ജപ്പാനും ചേർന്നാൽ ഈ നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവം യാഥാർത്ഥ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ ഇക്കണോമിക് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ്. ഇന്ത്യയിലെ യുവാക്കൾക്ക് ജാപ്പനീസ് പഠിക്കാനുള്ള അവസരം കിട്ടണമെന്നും അദ്ദേഹം പറഞ്ഞു. മോദിയുടെ ജപ്പാൻ സന്ദർശനത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാവുകയാണ്. ജപ്പാൻ ഇന്ത്യയുടെ അടുത്ത പങ്കാളിയാണെന്നും ഇന്ത്യ ഇന്ന് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. GSTയിലടക്കം വലിയ പരിഷ്കരണത്തിന് ഇന്ത്യ തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കൂടാതെ ഇന്ത്യയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ജാപ്പനീസ് കമ്പനികളെ ക്ഷണിക്കുകയും ചെയ്തു. ജപ്പാന്റെ സാങ്കേതിക വിദ്യയ്ക്കും ഇന്ത്യയുടെ പ്രതിഭയ്ക്കും ഒരുമിച്ച് ഈ നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവത്തിന് നേതൃത്വം നൽകാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെത്തിയത്. ഇന്ത്യയെ പ്രതിഭകളുടെ ശക്തി കേന്ദ്രം എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഇന്ത്യയിൽ നിർമ്മിക്കുക, ലോകത്തിനായി നിർമ്മിക്കുക എന്ന് ജപ്പാനിലെ വ്യവസായികളോട് ആഹ്വാനം ചെയ്തു. ലോകം ഇന്ത്യയെ വെറുതെ നോക്കുകയല്ല, മറിച്ച് ഇന്ത്യയെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ജാപ്പനീസ് കമ്പനികൾ ഇന്ത്യയിൽ $13 ബില്യൺ നിക്ഷേപിച്ചതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 2030 ആകുമ്പോഴേക്കും 500 ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിലേക്ക് ഇന്ത്യ അതിവേഗം നീങ്ങുകയാണ്. 2047 ആകുമ്പോഴേക്കും 100 ജിഗാവാട്ട് ആണവോർജ്ജം എന്ന ലക്ഷ്യവും ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. സോളാർ സെല്ലുകളായാലും ഗ്രീൻ ഹൈഡ്രജനായാലും ഇന്ത്യയും ജപ്പാനും തമ്മിൽ വലിയ പങ്കാളിത്ത അവസരങ്ങളുണ്ട്. സംയുക്ത ക്രെഡിറ്റ് സംവിധാനം പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ശുദ്ധവും രഹിതവുമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ നമുക്ക് സഹകരിക്കാനാകും. ഇന്ത്യയിലെ വൈദഗ്ധ്യമുള്ള യുവ പ്രതിഭകൾക്ക് ആഗോള ആവശ്യം നിറവേറ്റാനുള്ള കഴിവുണ്ട്. ജപ്പാനും ഇതിൽ നിന്ന് പ്രയോജനം നേടാം. ജപ്പാൻ ഒരു തൊഴിൽ ശക്തിയെ സൃഷ്ടിക്കുന്നതിന് ഇന്ത്യൻ പ്രതിഭകളെ ജാപ്പനീസ് ഭാഷയിലും മറ്റു വൈദഗ്ധ്യ മേഖലകളിലും പരിശീലിപ്പിക്കണം. ഈ വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി ആഗോള ആവശ്യകതകൾ നിറവേറ്റുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജപ്പാൻ ഒരു സാങ്കേതിക ശക്തി കേന്ദ്രമാണ്. ഇന്ത്യ ഒരു പ്രതിഭാ കേന്ദ്രവുമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടറുകൾ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജി, ബഹിരാകാശം എന്നിവയിൽ ഇന്ത്യ ധീരവും അഭിലാഷപൂർണവുമായ സംരംഭങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ജാപ്പനീസ് സാങ്കേതിക വിദ്യയുടെ ഇന്ത്യൻ പ്രതിഭകളുടെയും സംയോജനത്തിന് ഈ നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവത്തിന് നേതൃത്വം നൽകാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം അമേരിക്കൻ തീരുവയെക്കുറിച്ച് മോദി മൗനം പാലിച്ചു. ഈ വിഷയത്തിൽ പ്രതികരണം നടത്താൻ മോദി തയ്യാറായില്ലെന്നാണ് വിവരം. അമേരിക്കയുമായുള്ള താരിഫ് തർക്കം മുറുകുന്നതിനിടെയാണ് 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെത്തിയത്. ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ബന്ധം ശക്തമാക്കുന്നത് കൂട്ടായ്മയെ ബാധിക്കില്ലെന്ന് നരേന്ദ്രമോദി അറിയിക്കും. ജപ്പാൻ സന്ദർശനത്തിനു ശേഷം ഇന്ന് നരേന്ദ്രമോദി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കായി ചൈനയിലേക്ക് പോകും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.